ഹലോ എവരിവൺ വെൽക്കം ടു ദിശ ബാങ്കിങ് ചാനൽ. അപ്പൊ നമുക്ക് ഇന്ന് അപ്കമിങ് ആയിട്ടുള്ള ബാങ്ക് എക്സാംസിനെ പറ്റിയാണ് നോക്കാനുള്ളത്. അപ്പം ഒരുപാട് ബാങ്ക് എക്സാംസ് ഇപ്പൊ കഴിഞ്ഞു. ബാങ്ക് എക്സാമിന്റെ ഒരു ടൈമിംഗ് എന്ന് പറയുമ്പോൾ ജൂൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഡിസംബർ വരെയൊക്കെയാണ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നത് അല്ലെ. അതായത് ഇനി പുതുതായിട്ട് ബാങ്ക് എക്സാംസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവര് എന്തായാലും തീർച്ചയായിട്ടും നോക്കുന്നത് 2024 എക്സാം കലണ്ടർ ആയിരിക്കില്ല. അവർ നോക്കുന്നത് 2025 ആയിരിക്കും അല്ലെ. അതായത് അവർക്ക് കറക്റ്റ് ഒരു 6 മന്ത്സിന് സ്റ്റഡി ചെയ്യാനുള്ള ടൈം കിട്ടുന്നുണ്ട്. 2024 ഒരു 2 മന്ത്സ് കൂടെ ഉള്ളൂ. നവംബർ ഡിസംബർ 2 മാസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും 2025 ആകുമ്പോഴത്തേക്ക് വീണ്ടും എക്സാമിന്റെ ഒരു ചാകര തന്നെയാണ് അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസ് ആണ്. IBPS ക്ലർക്ക്, IBPS PO, അതുപോലെ തന്നെ SBIയുടെ എക്സാംസ്, അങ്ങനെ ഒരുപാട് എക്സാംസ് വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇനി 2024 നോട്ടിഫിക്കേഷൻ വരാനുള്ളതും എക്സാം കണ്ടക്ട് ചെയ്യാനുള്ളതുമായ കുറച്ച് എക്സാംസുകളെ പറ്റി മാത്രം നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് മെയിൻ ആയിട്ടുള്ള 3 എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ഇനിയും വന്നിട്ടില്ല. SBI ക്ലർക്ക്, SBI PO, SBI SO. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ എക്സാമിനേഷൻ ആണ് ഇനി നടക്കാൻ പോകുന്നത്. നമ്മൾ നവംബറിലാണ് ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. SBI ക്ലർക്കിന്റെയും SBI POയുടെയും നോട്ടിഫിക്കേഷൻ നവംബറിൽ ഉണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്നം, അപ്പൊ നമ്മളിപ്പോ SSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ വിചാരിക്കും എന്തായാലും MTS എക്സാം ഉണ്ട്, അതിനേക്കാളും കുറച്ചും കൂടെ ക്വാളിഫിക്കേഷൻ വരുന്ന CHSL ഉണ്ടല്ലേ, അതുപോലെ then CGL. അതുപോലെ തന്നെയാണ് ബാങ്ക് എക്സാംസിൽ ഒരുപാട് പേര് പ്രയോറിറ്റി കൊടുക്കുന്ന വളരെയധികം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബാങ്ക് ജോബിൽ ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ SBIയുടെ ജോബ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജോബാണ്. അപ്പം അതിന്റെ നോട്ടിഫിക്കേഷൻ വെയിറ്റിംഗ് ആണ്. SBI PO ആയാലും SBI ക്ലർക്ക് ആണെങ്കിലും നമുക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ജസ്റ്റ് അതിന്റെ ഒക്കെ സിലബസുകൾ, ഈ സിലബസിലൊന്നും വലിയ മാറ്റം, ഇനി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സിലബസ് മാറും, ആ സിലബസ് കണ്ടിട്ട് പഠിക്കാം അങ്ങനെയൊന്നും വിചാരിക്കുന്ന സിലബസിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ SBI ക്ലർക്കിന്റെ പ്രീവിയസ് സിലബസ് ഒക്കെ തന്നെ ആയിരിക്കും. അതായത് CBS എക്സാം, SBIയുടെ പ്രീവിയസ് എക്സാം പാറ്റേൺ ഞാനത് പറഞ്ഞുതരാം. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, റീസണിങ് എബിലിറ്റി ഉണ്ട്. ആസ് യൂഷ്വൽ നമുക്ക് 3 സബ്ജക്ട്സ് ആണ് മെയിൻ ആയിട്ട് ബാങ്ക് എക്സാംസ് പഠിക്കുന്നവര് വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ സ്ട്രോങ് ആക്കേണ്ട 3 ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് തന്നെയാണ് കേട്ടോ. അപ്പം SBI ക്ലർക്ക് ആകുമ്പോഴത്തേക്കും ഇംഗ്ലീഷിന് 30 ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ എബിലിറ്റി 35 ക്വസ്റ്റ്യൻ, റീസണിങ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻ. ഓക്കെ, ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിങ് എബിലിറ്റിയും 35 ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചാണ്. 100 മാർക്കിന്റെ എക്സാം ആണ്. ടൈം 1 hour ആണ്. അപ്പൊ 60 മിനിറ്റ് കൊണ്ടാണ് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് ഇല്ല അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അപ്പൊ അത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ എക്സാംസിന് വേണ്ടിയിട്ട്. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിന് നമുക്ക് 20 മിനിറ്റ്സ് ആണുള്ളത്. 30 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് 20 മിനിറ്റ്സ് അവൈലബിൾ ആയിരിക്കും. അതായത് സെക്ഷണൽ ടൈമിംഗ് ഉണ്ട് കേട്ടോ. മറ്റുള്ള എക്സാംസ്, ഇപ്പൊ ബാങ്ക് എക്സാംസ് ആദ്യമായിട്ടൊക്കെ നോക്കുന്നവർ ശ്രദ്ധിക്കുക, SSC പോലെയോ PSC പോലെയോ റെയിൽവേ പോലെയോ അല്ല. ബാങ്ക് എക്സാംസിന്റെ ചില എക്സാംസിന്, SBI പോലുള്ള എക്സാംസിന് സ്പെഷ്യലി സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. സെക്ഷണൽ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, 20 മിനിറ്റ് ആണ് ഇംഗ്ലീഷിന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ടൈം തന്നേക്കുന്നത്. ആ 20 മിനിറ്റിൽ നമ്മൾ ആ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ആ 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ക്ലോസ് ആവും. പിന്നെ നമുക്ക് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നിങ്ങൾ 15 മിനിറ്റിൽ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ 5 മിനിറ്റ്സ് വെറുതെ ഇരിക്കാനേ പറ്റൂ. ആ 5 മിനിറ്റ്സിൽ നമുക്ക് ന്യൂമറിക്കൽ എബിലിറ്റിയോ റീസണിങ് എബിലിറ്റിയോ ചെയ്യാൻ പറ്റില്ല. അതാണ് സെക്ഷണൽ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടൈമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ 20 മിനിറ്റ്സ് പ്യുവർലി നമുക്ക് ഇംഗ്ലീഷിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ ന്യൂമറിക്കൽ എബിലിറ്റിക്കും 20 മിനിറ്റ്സ് ഉണ്ട്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടി 5 ക്വസ്റ്റ്യനോട് അധികം ഉണ്ട്, പക്ഷെ ടൈമിന് മറ്റൊന്നുമില്ല കേട്ടോ. 20 മിനിറ്റ്സ് തന്നെയാണ് ന്യൂമറിക്കൽ എബിലിറ്റി. അതുപോലെ റീസണിങ് എബിലിറ്റി ആണെങ്കിലും അതുപോലെ തന്നെയാണ്. 20 മിനിറ്റ്സിൽ 35 ക്വസ്റ്റ്യൻസ്. അങ്ങനെയാണ് നമ്മുടെ SBI ക്ലർക്കിന്റെ പ്രിലിംസിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്, എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഈ SBI ക്ലർക്കിന്റെ തന്നെ മെയിൻസ് എക്സാമിനേഷന്റെ പാറ്റേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നമുക്ക് 4 ടെസ്റ്റുകൾ വരുന്നുണ്ട്, 4 ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്. ഇത്രയും നാൾ നമുക്ക് റീസണിങ് എബിലിറ്റി മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ വരുമ്പോൾ കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു ഏരിയ കൂടെ വരുന്നുണ്ട്. റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്. ഇങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. അതുപോലെ റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡില്
50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 60 മാർക്സ് ഉണ്ടായിരിക്കും കേട്ടോ. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് എന്നുള്ള രീതി അല്ല, കുറച്ച് ക്വസ്റ്റ്യൻസിൽ നമുക്ക് 2 മാർക്ക് ഒക്കെ ഉണ്ട്. ദെൻ 45 മിനിറ്റ്സ് ആണ് ഇതിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ടൈം. ടോട്ടൽ 2 hours 40 minutes ആണ് കേട്ടോ നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ. നല്ല ഡ്യൂറേഷൻ ഉള്ള എക്സാം ആണ് നമ്മുടെ SBI ക്ലർക്കിന്റെ മെയിൻസ് എക്സാമിനേഷൻ. 50 ക്വസ്റ്റിന്റെ റീസണിംഗ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിന് 60 മാർക്സ് ആണ്. ജനറൽ ഇംഗ്ലീഷിന് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ്. 40 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്, 40 മാർക്കാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച്. ജനറൽ ഇംഗ്ലീഷിന് 35 മിനിറ്റ്സ് ആണ് 40 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ളതെങ്കിൽ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 50 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് 45 മിനിറ്റ് ആണുള്ളത്. അതുപോലെ ജനറൽ ഫിനാൻഷ്യൽ അവയർനെസിന്റെ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് 50 മാർക്ക് ഉണ്ട്. അതിന് നമുക്ക് 35 മിനിറ്റ്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിന്റെ ടൈം ഡ്യൂറേഷൻ വരുന്നത്, സെക്ഷണൽ ടൈമിംഗ് വരുന്നത്. അങ്ങനെ 2 hours 40 minutesലാണ് നമ്മൾ ഈ ഒരു എക്സാം ട്രാക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയാണ് SBI ക്ലർക്കിന്റെ എക്സാമിനെ പറ്റി പറയാനുള്ളത്. അതുപോലെ നമ്മുടെ SBI PO, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അടുത്ത ഒരു എക്സാം ആണ് SBIയുടെ PO എക്സാമിനേഷൻ. ആ എക്സാമിനേഷൻ നമുക്ക് മെയിൻ ആയിട്ട് പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, ഇന്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇത്രയും സ്റ്റേജസ് ആണ് നമുക്ക് SBI PO എക്സാമിനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇച്ചിരി കോമ്പറ്റീഷൻ കൂടുതലാണ്. സാലറി റേഞ്ച് ആണെങ്കിലും നമ്മുടെ അലവൻസ് റേഞ്ച് ആണെങ്കിലും സെക്യൂരിറ്റി റേഞ്ച് ആണെങ്കിലും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ജോബാണ്, നമ്മുടെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോബാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേജസ് കുറച്ച് കൂടുതലാണ്. പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്, മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. ഓൺലൈൻ മോഡ് ഓഫ് എക്സാമിനേഷൻ ആണ്, നെഗറ്റീവ് മാർക്കിംഗ് 1/4 തന്നെയാണ്. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ 100 ക്വസ്റ്റ്യൻ 100 മാർക്കാണ്, 60 മിനിറ്റ്സ് ആണ് ടൈമിംഗ് വരുന്നത്. അതുപോലെ മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോൾ 200 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പ്ലസ് 50 ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് കേട്ടോ. മെയിൻസ് എക്സാമിനേഷൻ 50 ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്റ്റീവ് ആണ്. അവര് ടോട്ടൽ 155 ക്വസ്റ്റ്യൻസും 2 ഡിസ്ക്രിപ്റ്റീവിന്റെ ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓക്കെ, മാർക്കാണ് 200 മാർക്സ്, 155 ക്വസ്റ്റ്യന് 200 മാർക്കാണ്. അതുപോലെ 2 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ട്, 50 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 3 hours ആണ് മെയിൻസ് എക്സാമിന് വരുന്നത്. പിന്നെ ഇന്റർവ്യൂവിന് 30 മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, 20 മാർക്കിന്റെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. അപ്പം ഇനി വരാൻ പോണ എക്സാം ഏതാണെന്നൊക്കെ മനസ്സിലായല്ലോ. SBI SO സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ആവുമ്പോഴത്തേക്കും നമുക്ക് ഈ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്വാളിഫൈ ചെയ്താൽ മതിയാവും. അതായത് ടെസ്റ്റ് ഓഫ് റീസണിംഗ് 15 ക്വസ്റ്റിനേ ഉള്ളൂ, 15 മാർക്കാണ്. അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 15 ക്വസ്റ്റിനെ 15 മാർക്ക്, ഇംഗ്ലീഷ് 20 ക്വസ്റ്റിന് 20 മാർക്ക്. അങ്ങനെ 50 ക്വസ്റ്റിന്റെ 50 മാർക്കിന്റെ ഒരു 45 മിനിറ്റ് എക്സാം ഉണ്ട്. ആ എക്സാം ക്വാളിഫയിങ് നേച്ചർ ആണ്, നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതിയാവും. പിന്നെ പ്രൊഫഷണൽ നോളജ് ആണ് കേട്ടോ. പ്രൊഫഷണൽ നോളജ് എന്ന് പറഞ്ഞാൽ ജനറൽ IT നോളജ് ആണ്. 60 ക്വസ്റ്റ്യൻ 100 മാർക്കാണ്, അതിനൊരു 75 മിനിറ്റ്സ് ഉണ്ട്. അതാണ് SBI SOയുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി വരാൻ പോണ എക്സാംസുകൾ, അതായത് ഇനിയിപ്പം 2024 കഴിഞ്ഞു, ഇപ്പൊ ഡിഗ്രി പഠിച്ചിറങ്ങിയവര് അല്ലെങ്കിൽ ബാങ്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തവർ, എക്സാമിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബാങ്ക് എക്സാം ഒക്കെ ക്ലിയർ ചെയ്യാൻ ലിമിറ്റഡ് ടൈം എന്തായാലും വേണം. നമ്മുടെ സബ്ജക്ട്സ്, ഓരോ സബ്ജക്ട്സ് സിലബസ് ബേസ്ഡ് പഠിച്ച് തീർക്കണം അല്ലെ. ഓരോ സബ്ജക്ട്സും നമുക്ക് സിലബസ് ബേസ്ഡ് പഠിച്ച് തീർക്കാനായിട്ട് കുറച്ച് ടൈം വേണം. അതിനുള്ള ടൈമാണ് ഇനി അങ്ങോട്ടുള്ളത്. അടുത്ത വർഷത്തിലെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലെ ഫസ്റ്റ് എക്സാം തൊട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റണമെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ മാക്സിമം നമ്മൾ വീഡിയോസും ക്ലാസ്സസും ഒക്കെ, അതുപോലെ എക്സാമിന്റെ അവയർനെസ്സും ക്ലാസ്സസും ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം അത് യൂസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.